ഏതാണ്ട് 9 വർഷക്കാലമായി അധികാരത്തിലില്ലാതിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പും അസംബ്ലി തിരഞ്ഞെടുപ്പും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് പുതിയ ഒരു KPCC നേതൃത്വത്തെ അവരോധിക്കുന്ന ചടങ്ങ് കഴിഞ്ഞ ദിവസം നമ്മുടെ KPCC ഓഫീസിൽ വെച്ച് നടന്നു. ആ ആസ്ഥാന മന്ദിരത്തിലെ ഹാളിൽ അവിടെ കൂടിയ എല്ലാ നേതാക്കളും ഒരുപാട് പരാതികളും പരിഭവങ്ങളുമൊക്കെ ഉള്ളിലുള്ളപ്പോഴും ഏതാണ്ട് 9 വർഷമായി ഈ പാർട്ടിയുടെ കൊടിപിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് മനുഷ്യർക്ക് പലതരത്തിലുള്ള തിരിച്ചടികളും പല അവഹേളനങ്ങളും പല ഒറ്റപ്പെടലുകളും അതുമാത്രമല്ല അധികാരത്തിലില്ലാത്തതിൻ്റെ പല പ്രയാസങ്ങളും ഒക്കെ സഹിച്ച് തെരുവിൽ കിടന്ന് അടികൊണ്ടും കേസിലകപ്പെട്ടും അകപ്പെട്ട കേസുകളിൽ നിന്ന് ഊരാൻ കഴിയാതെ സാധാരണ 5 വർഷത്തിലൊരിക്കൽ മാറി വരുമ്പോൾ ഈ കേസുകൾ പിൻവലിക്കുന്നൊരു പതിവുണ്ട്. അതുപോലും ഇല്ലാതെ നട്ടം തിരിയുന്ന വേളയിൽ അവിടെ സംസാരിച്ചവരെല്ലാം ഐക്യത്തെക്കുറിച്ചും വിജയത്തെക്കുറിച്ചും ഒക്കെ മാത്രമാണ് സംസാരിച്ചത്. എന്നാൽ അവിടെ ഒരാൾക്ക് മാത്രം ഈ ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്ന് KPCC അധ്യക്ഷൻ ഉണ്ടാകാത്തതിൻ്റെ ഒരു പരിഭവം പറഞ്ഞു. അത് സാധാരണ പറയുമ്പോൾ ആളുകൾ വളരെ ആവേശത്തോടെ കൈയടിക്കേണ്ടതാണ്. കാരണം ഈ അവഗണിക്കപ്പെടുന്ന ഒരു സമൂഹത്തിന് വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിന് വേണ്ടി ഒക്കെയാണല്ലോ അത് പറയുന്നതെന്ന് ഓർത്ത്. എന്നാൽ കൊടിക്കുന്നിൽ സുരേഷ് സാറ് പറഞ്ഞപ്പോൾ അതിനാരും കൈയടിച്ചില്ലെന്ന് മാത്രമല്ല, അപ്പോഴും ചിരിക്കുകയായിരുന്നു. പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയെ ചിരിയുടെയും വിമർശനങ്ങളുടെയും മാലപ്പടക്കമാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളി ആ പറഞ്ഞത് ഒരു സമുദായത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റാരെക്കുറിച്ചോ ഒന്നുമല്ല. അദ്ദേഹത്തിന് ഇനി ആ പദവിയെ കിട്ടാനുള്ളൂ, അതിനെക്കുറിച്ചാണ് പറഞ്ഞത് എന്നാണ് എല്ലാവരും പറയുന്നത്. അത് പറഞ്ഞത് കേട്ടപ്പോൾ ഒരു കഥ ഓർമ്മ വന്നു. അത് വേറൊന്നുമല്ല, ഒരപ്പാപ്പൻ ഒരു മനോഹരമായ സദ്യ നടക്കുന്ന വലിയ കല്യാണത്തിന് പോയി. ഒരു 11:30 ആയപ്പോൾ നല്ല മട്ടൻ ബിരിയാണി ഒത്തിരി കഴിച്ചു. എന്നിട്ട് അപ്പാപ്പനതങ്ങ് മറന്നുപോയി, അല്ലെങ്കിൽ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തവണ്ണം അത് സ്വയം അങ്ങ് മറവിയുടെ ലോകത്തേക്ക് തള്ളിവിട്ടു. എന്നിട്ട് 1 മണിയായപ്പോൾ സദ്യയ്ക്ക് കയറിയിരുന്നു. അവിടെ കൊണ്ടുവച്ച പഴം അല്പം ചെറുതായിരുന്നു. അപ്പോഴേക്ക് അദ്ദേഹം പഴത്തിൻ്റെ കാര്യം പറഞ്ഞ് പൊട്ടിത്തെറിച്ചു. ഇല്ല, കഴിച്ച ബിരിയാണിയും ഇപ്പോഴീ വന്നിരിക്കുന്നത് എന്താണെന്നുമൊക്കെയുള്ള അതിൻ്റെ എല്ലാ യോഗ്യതയുടെയും എല്ലാ സംഭാവനകളുടെയും ഒക്കെ മാനദണ്ഡം അങ്ങ് മറന്നുപോയി. ആ കഥ കൊടിക്കുന്നിൽ സുരേഷ് സാറിനെ കുറിച്ച് ഓർക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഒരു നല്ല ഫൈറ്ററാണ്, ഇലക്ഷൻ പോരാളിയാണ്, ഈ സാധാരണ പ്രവർത്തകരോടൊപ്പം അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് തുടർച്ചയായി അദ്ദേഹം ജയിച്ചു പോരുന്നതുമൊക്കെ, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഏതാണ്ട് 1994 മുതൽ ഈ കാലം വരെയും അദ്ദേഹം വഹിച്ചിരുന്ന പദവികൾ എണ്ണി നോക്കിയാൽ ഈ 5-10 വിരലിൽ എണ്ണിയാൽ മതിയാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ തുടർച്ചയായി മെമ്പർ ഓഫ് പാർലമെൻറ്റ്, ഇതിനിടയിൽ അദ്ദേഹം നെഹ്റു യുവകേന്ദ്രയുടെ വൈസ് ചെയർമാൻ, പിന്നെ KPCCയുടെ വൈസ് പ്രസിഡൻറ്റ്, AICCയുടെ ജനറൽ സെക്രട്ടറി, കുറച്ചു കാലം കേന്ദ്രമന്ത്രി, പിന്നെ KPCCയുടെ വർക്കിംഗ് പ്രസിഡൻറ്റ്. ഇതിൻ്റെ എല്ലാം ഇടയിൽ മറ്റെന്തെങ്കിലും സാധ്യതകളുടെ സാഹചര്യങ്ങൾ അന്വേഷിച്ച് കൊല്ലം DCCയുടെ പ്രസിഡൻറ്റ്, പിന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അങ്ങ് ഡൽഹിയിലെ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയുടെ വിപ്പ് ഒക്കെയായി ചുമതല വഹിക്കുന്ന നേതാവാണ് ഇദ്ദേഹം. അദ്ദേഹം അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ പരാതി പറയുന്നത് ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ പട്ടികജാതി വിഭാഗത്തിൽ നിന്നൊരു KPC പ്രസിഡൻ്റ് ഉണ്ടായില്ല എന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷ് സാറേ, സാറിന് ശേഷം സാറ് വളർത്തിക്കൊണ്ടുവന്ന ഏതെങ്കിലും 2-3 നേതാക്കളുടെ പേര് സാറിന് പറയാനുണ്ടോ? സാറിനെ വളർത്തിക്കൊണ്ടുവന്നതിൽ ഉമ്മൻചാണ്ടി സാറൊക്കെ ഒരുപാട് പങ്കുവഹിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സാറിന് ശേഷം സാർ ആ വിഭാഗത്തിൽ നിന്ന് വളർത്തിക്കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പേര് പറയാമോ? എന്ന് മാത്രമല്ല, ഈ സാറ് പ്രതിനിധീകരിക്കുന്നത് കൊണ്ട് ആ സമുദായം എത്ര കണ്ട് ചേർന്ന് ഈ പാർട്ടിയോടും ഈ മുന്നണിയോടും ഒപ്പം നിൽക്കുന്നു എന്നുള്ള കാര്യവും പരിശോധിച്ചിട്ടുണ്ടോ? സാറ് ഇനി ആ ഒരു പദവിയെ കിട്ടാനുള്ളത് കൊണ്ട് അതാർക്കും കിട്ടിയില്ലെന്ന് പറയുമ്പോൾ അതാർക്കുമല്ല, എനിക്ക് തന്നെ ഇനി അതുകൂടെ കിട്ടിയാൽ മതി എന്നൊരു സന്ദേശത്തിനപ്പുറത്ത് ഈ അങ്ങയുടെ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോലും
ആ വിഭാഗത്തിലുള്ളവർ, അങ്ങയുടെ വിഭാഗത്തിലുള്ള സംവരണ മണ്ഡലങ്ങളിൽ ആരെങ്കിലും മത്സരിച്ചാൽ അവർക്ക് പോലും പരാതി അവരെ അങ്ങ് സഹായിച്ചില്ല, പിന്തുണച്ചില്ല എന്നൊക്കെ പറയുന്ന പരാതികൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സന്ദർഭത്തിൽ ഒരു പാർട്ടി പുതിയ ഒരു വെല്ലുവിളിയെ നേരിടുന്ന സന്ദർഭത്തിൽ ഇനി അവശേഷിക്കുന്ന ചെറിയ ഒരു ദുഃഖത്തിൻ്റെ കഥ അങ്ങ് പറഞ്ഞു കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ അതിൻ്റെ അനൗചിത്യം ഓർത്തുപോയതാണ്. എന്നാൽ അങ്ങ് ഓർക്കേണ്ടത് ഈ KPC വർക്കിംഗ് പ്രസിഡൻ്റ് ആയ കൂട്ടത്തിൽ 3 പേരിൽ ഒരാൾ AP അനിൽകുമാർ സാറാണ്. അദ്ദേഹം എങ്ങും പരാതി പറഞ്ഞോ, തനിക്ക് വേണ്ടത് ലഭിച്ചില്ലെന്ന് പറഞ്ഞോ, തനിക്കത് കിട്ടിയില്ലെന്ന് പറഞ്ഞോ ഒന്നും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും ഇടപെടലും സൗമ്യതയും ഒക്കെ കണ്ട് എവിടെ അവസരങ്ങളുണ്ടെങ്കിലും അവിടെ മത്സരിച്ചാൽ അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ കുഴപ്പം കൊണ്ടോ ദോഷം കൊണ്ടോ ഏതെങ്കിലും ഒരു മണ്ഡലമോ അത്തരം കാര്യങ്ങളോ നഷ്ടപ്പെടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ പ്രിയങ്ക ഗാന്ധിയൊക്കെ മത്സരിച്ച ഇലക്ഷനും രാഹുൽ ഗാന്ധിയുടെ ഇലക്ഷനിലുമൊക്കെ അവരുടെ മണ്ഡലങ്ങളും അതിൻ്റെ ഇലക്ഷൻ പ്രവർത്തനങ്ങളും ഒക്കെ ഏകോപിപ്പിക്കുന്നതിൽ അദ്ദേഹം നന്നായി ഇടപെടുന്നുണ്ട് എന്ന് മാത്രമല്ല, അവിടെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കെ അതിൻ്റെ നടുവിൽ ഈ കോൺഗ്രസ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അതിനെ ഏകോപിപ്പിച്ച് ഇപ്പോൾ മലബാറിലെ ഒരു അടയാളപ്പെടുത്തപ്പെട്ട നേതാവായി മാറുന്ന തരത്തിലേക്ക് എത്തിയിട്ടും അദ്ദേഹത്തിന് യാതൊരു പരിഭവവും പരാതിയും ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല. കിട്ടിയതൊക്കെയും നന്ദിപൂർവ്വം ഓർക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് അത്തരം കാര്യങ്ങളൊന്നുമേയില്ല. എന്നാൽ അതുപോലെയുള്ള ആരുടെയെങ്കിലും കാര്യങ്ങൾ കൊടിക്കുന്നിൽ സുരേഷ് സാറ് എവിടെയെങ്കിലും ആർക്കെങ്കിലും വേണ്ടി, വേറൊരാൾക്ക് വേണ്ടി ഒന്ന് ഇടപെടുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇപ്പം നമ്മൾ കോൺഗ്രസ്സിലിരിക്കുന്ന പല മുൻനിര നേതാക്കളെ നോക്കിയാലും ഇപ്പോൾ KC വേണുഗോപാലാകട്ടെ, രമേശ് ചെന്നിത്തലയാകട്ടെ, VM സുധീരനാകട്ടെ, അല്ലെങ്കിൽ മറ്റൊരാളായ K മുരളീധരനാകട്ടെ, ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞ സുധാകരനാകട്ടെ, ആരും അവർക്ക് വേണ്ടതൊഴികെയുള്ള ബാക്കി പദവികളിലേക്കെങ്കിലും ആരെയെങ്കിലുമൊക്കെ വളർത്തിക്കൊണ്ടുവരാനും അവർക്ക് സ്ഥാനം കൊടുക്കാനും അവർക്ക് സീറ്റ് കൊടുക്കാനും അവർക്ക് വേണ്ടിയുമൊക്കെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ അങ്ങയുടെ നിലപാട് കൂടി എന്തായിരുന്നു എന്ന് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഒരു നല്ല മനോഹരമായ ചടങ്ങിൽ അതിൻ്റെ അന്തസ്സിനപ്പുറം ഒരു സ്വന്തം വിഷമം പറഞ്ഞൊരു കല്ലുകടി ഉണ്ടാക്കി അതിന് വാർത്താ തലക്കെട്ട് നൽകി കേരളത്തിലാകെ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില വിവരങ്ങൾ കൂടി അതിലുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. അങ്ങ് മിടുക്കനാണ്, ഇലക്ഷന് ജയിക്കാൻ പ്രാപ്തനാണ്, ജനങ്ങളോടൊപ്പം നിൽക്കാൻ ഒക്കെ പ്രാപ്തിയുള്ള ആളാണ്, അതിലൊന്നും യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ നേതാവാക്കിയില്ല, നേതാവായില്ല, അതൊഴിഞ്ഞു കിടക്കുന്നു എന്നൊക്കെ പറയുന്ന സംഗതി അത്രമേൽ ഉറച്ചു പറയാനുള്ള അവകാശമുണ്ടോ എന്ന് സ്വയം ഒന്ന് ആലോചിക്കുക.